നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ ഇരു കമ്പനികൾക്കും പരാതിയില്ലെന്നും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണ് ഹർജിക്ക് പിന്നിലെന്നുമാണ് സർക്കാർ നിലപാട്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ കഴിഞ്ഞ ദിവസം മറുപടി നൽകുകയായിരുന്നു. CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള കരാർ ഇടപാടിൽ ഇരു കമ്പനികൾക്കും പരാതിയില്ലെന്നാണ് ഇവർ പറയുന്നത്. മുഖ്യമന്ത്രിയെ ഇതുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കം നടക്കുന്നുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടെ മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് നവീൻ ചൗള അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹർജിയിൽ ആദായ നികുതി വകുപ്പിന് അടക്കം മറുപടി നൽകാൻ കോടതി നേരത്തെ സമയം അനുവദിച്ചിരുന്നു. മാസപ്പടി ഇടപാട് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് CMRL ഹർജിയിൽ പറയുന്നത്. കേസിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് നൽകിയ അപേക്ഷയും കോടതി പരിഗണിക്കും. ഹർജിയിൽ ആദായ നികുതി വകുപ്പിനടക്കം മറുപടി സമർപ്പിക്കാൻ കോടതി നേരത്തെ സമയം അനുവദിക്കുകയായിരുന്നു. ഹർജിയിൽ വിശദമായ വാദം കേൾക്കുന്നതിനായാണ് ജസ്റ്റിസ് നവീൻ ചൗള അധ്യക്ഷനായ ബെഞ്ച് കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. മാസപ്പടി ഇടപാട് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് CMRL ഹർജിയിൽ പറയുന്നത്. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന വാദം നിലനിൽക്കില്ലെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. CMRL-ന് അനുകൂലമായ നിലപാട് ഒരു സാഹചര്യത്തിലും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല. രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള കരാർ ഇടപാടാണ് CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ളത്. ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും സർക്കാർ വ്യക്തമാക്കി. മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ വിശദീകരണം. ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാരിനെ ഹാജരായ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ വാദിക്കുകയായിരുന്നു. ഹർജിയിലെ ആരോപണങ്ങൾ സത്യവിരുദ്ധമാണ്. പൊതുമേഖലയിൽ അല്ലാതെ ധാതുമണൽ ഖനനം അനുവദിച്ചിട്ടില്ല. UDF സർക്കാരിന്റെ കാലത്ത് അത്തരം നീക്കമുണ്ടായെങ്കിലും 10 ദിവസത്തിനകം പിൻവലിച്ചു. രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ളത്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ പിഴവുണ്ടായോ എന്ന കാര്യം ഏതെങ്കിലും അപ്പലേറ്റഡ് അതോറിറ്റി പരിശോധിച്ചിട്ടില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. അതിനിടെ TVNയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി, CMRL, KSIDC എന്നിവയെക്കുറിച്ച് SFIO നടത്തുന്ന അന്വേഷണത്തെ ചോദ്യം ചെയ്ത KSIDCയുടെ ഹർജിയിൽ ROC സത്യവാങ്മൂലം സമർപ്പിച്ചു. ബോർഡ് ചർച്ചകൾ KSIDCയുടെ കോർപ്പറേറ്റ് ഭരണത്തിലെ ബലഹീനതകൾ തുറന്നു കാട്ടുന്നതാണെന്ന് ROC ചൂണ്ടിക്കാട്ടി. CMRL-ന്റെ രേഖകൾ 2019 ജനുവരി 25-ന് പിടിച്ചെടുത്തെങ്കിലും KSIDCയുടെ ആദ്യ പ്രതികരണം വരുന്നത് 2023 ഓഗസ്റ്റ് 14-ന് മാത്രമാണെന്നും ROC പറഞ്ഞു. അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് പകരം KSIDC അന്വേഷണത്തെ പിന്തുണയ്ക്കണമെന്ന് ROC വ്യക്തമാക്കി. കാലതാമസമുണ്ടായാൽ KSIDCയുടെ വിവരണത്തിൽ സംശയമുണ്ടാകും. പൊതുജനങ്ങൾക്ക് മുന്നിൽ സ്ഥാപനത്തിന്റെ പ്രശസ്തി സംരക്ഷിക്കാനായി സർക്കാർ ഏജൻസിയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും കമ്പനിക്ക് കഴിയില്ലെന്ന് ROC വ്യക്തമാക്കി. മാസപ്പടി കേസിൽ KSIDC വസ്തുതകൾ മറച്ചുവെച്ചുവെന്നും ROC ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.